ഹലോ ഗായ്സ്, ഞാനിന്ന് ചെറിയൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ മുഖത്ത് മൊത്തം ടാനായി. അതായത് നമ്മുടെ നാട്ടിൽ പോയതിന് ശേഷം അമ്മ ബ്യൂട്ടീഷ്യനാണ്, ഓക്കെ. അമ്മ എനിക്ക് ഫേഷ്യലൊക്കെ ചെയ്തു തന്നു. പക്ഷേ ഫേഷ്യൽ ചെയ്തിട്ടാണ് ഞാൻ ഡാൻസ് ഷൂട്ടിനൊക്കെ പോയത്. പിന്നെ വേറെ കുറേ പേഴ്സണൽ കാര്യത്തിനൊക്കെ വെയിൽ കൊള്ളാനും ഒക്കെ പോയിരിക്കുന്നത് ഈ ഫേഷ്യൽ ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ ഫേഷ്യലിൻ്റെ ഗുണം നമുക്കൊരിക്കലും കിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 2 days എങ്കിലും ഫേസ് ഒന്ന് എന്താ പറയുക, കെയർ ചെയ്യണം. ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫേഷ്യൽ ചെയ്യണം. ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മസാജിങ് കിട്ടും. മസാജിങ് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബട്ട് നമുക്ക് ചില സമയത്ത് ഫേഷ്യൽ ചെയ്യാൻ പാർലറിൽ പോകാനൊന്നും പറ്റില്ല, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം. പോരാത്തന്നെ ഞാനിപ്പോൾ ദുബായിലാണ്. അപ്പോൾ ദുബായിൽ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ ഒരുപാട് പാർലറിലൊന്നും പോകാറില്ല. എനിക്ക് നല്ല എന്താ പറയുക, റിലാക്സേഷൻ കിട്ടണമെന്ന് തോന്നുമ്പോൾ മാത്രം ഞാൻ ഏതെങ്കിലും പാർലറിൽ പോയിട്ട് ക്ലീനപ്പ് ചെയ്യും. കൂടുതലും ഞാൻ അവരുടെ അടുത്ത് പറയുന്നതിന് എനിക്ക് ഫേസ് മസാജ് ചെയ്ത് തരാനാണ്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫേസ് നിറയെ ടാനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, വന്നപ്പോൾ തന്നെ ഒരു 2 days കഴിഞ്ഞപ്പോൾ 2 days ഭയങ്കര ക്ഷീണമായിരുന്നു. 2 days കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പം ഫേഷ്യൽ ചെയ്യാനോ ഒന്നിനുള്ള ടൈം കിട്ടിയില്ല. ഇപ്പോൾ വീക്കെൻഡ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു വീട്ടിൽ ചെയ്യാവുന്ന ടിപ്സും എല്ലാം ചെയ്യാം. ഇത് ഞാൻ യൂട്യൂബ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. മുൾട്ടാനി മിൽട്ടിയും പിന്നെ കടലമാവും കൂടെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയൊരു ഫേസ് പാക്ക്. അപ്പോൾ വീക്ക്ലി 2 or 3 days ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. ഞാനത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൾട്ടാനി മിൽട്ടിയും പിന്നെ കടലമാവും കുറച്ച് തൈരും പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി. അപ്പോൾ ഇവിടെ എനിക്ക് രക്തചന്ദനം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടെ ഞാൻ അടുക്കള യൂസ് ചെയ്യുന്ന മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നല്ല ചൂടാണ്. അപ്പം ടാപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഹീറ്റർ ഓണാക്കിയിട്ട് നമ്മൾ തണുപ്പ് കാലത്ത് കുളിക്കുന്ന പോലത്തെ നല്ല ചൂടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒരു ബോട്ടിലിനകത്ത് എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു കൂട്ടുണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തൊരു 20 minutes കഴിയുമ്പോഴത്തേക്ക് വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകി കളയാനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മുൾട്ടാനി മിൽട്ടി. പിന്നെ ഇതാണ് കടലമാവ് ഞാൻ വീട്ടിലെ അല്ലാത്ത ആവശ്യത്തിനും കൂടി വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനകത്തും കൂടി നമുക്കൊരു കുഞ്ഞ് സ്പൂൺ വീതം ഇടാം. പിന്നെ മഞ്ഞപ്പൊടിയും. ഓക്കെ, ഇതുപോലെ നമ്മൾ ഒരാഴ്ചത്തേക്കിൻ്റെ എപ്പോഴും എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇത് ഒരു 3 സ്പൂൺ ഇതുപോലത്തെ ഒരു 3 സ്പൂണ്, ചെറിയൊരു സ്പൂണാണ്. അപ്പം ഇത്രയുള്ളൊരു സ്പൂണിനകത്ത് 3 ടീസ്പൂൺ കടലമാവ് എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, മുൾട്ടാനി മിൽട്ടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി നമുക്ക് 1 സ്പൂൺ മതി. അപ്പോൾ 1 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കേർഡിൻ്റെ കൂടെ എടുത്ത് മുഖത്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് 1 സ്പൂണിൻ്റെയൊക്കെ ആവശ്യമേ വരുത്തുള്ളൂ. സ്പൂണിട്ട് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടി എത്രയും ബെറ്ററാണ്. ഒന്ന് ബോട്ടിലൊന്ന് അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ടവർക്ക് വെക്കാം. പക്ഷെ ഞാനിവിടെ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് ഇത് ആഴ്ചയിൽ ഒരു 3 times ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണോ എടുത്തിട്ട് നമ്മുടെ കേർഡും കൂടി ചേർത്ത് നമുക്കിത് മുഖത്തിടാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ബൗളും. ഇതൊരു ഇടത്തരം ബൗളാണ് ഞാൻ പറഞ്ഞ ബൗള്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ബ്രഷായിട്ടാണ്. പക്ഷേ നമ്മുടെ സാധാരണ മറ്റേ ഫൈബേഴ്സുള്ള ബ്രഷല്ല, അല്ലാതെ ഇത് ഇച്ചിരി വൈഡായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് സ്മോളാണ്. അപ്പോൾ നമ്മളുടെ യൂസിനനുസരിച്ച് നമുക്കത് എന്താണെന്ന് വെച്ചിട്ടെടുക്കാം. ഇത് പല അളവിനുള്ള ഒരു സ്പൂൺസാണ്, 3 സ്പൂൺസ് ഉണ്ട്. അപ്പം നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ ടവലുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സ്മോൾ ടവൽ. ഞാൻ ഫേസ് വെറ്റാകുമ്പം തുടയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ ടവൽ. എന്നിട്ട് 2-3 എണ്ണം എനിക്ക് ഇവിടെ ഡേ ടു ഡേ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ എല്ലാം കിട്ടും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവങ്ങൾ ഇത്രയും കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങിയത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോയി സാലറിയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങും. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഷോപ്പിംഗ്
വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്. അപ്പം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒരു സ്പൂൺ എടുത്ത് ഇതിനകത്തോട്ടിടാം. ഓക്കെ, ഞാൻ ഈ ഇച്ചിരി വലിയ സ്പൂണാണ് എടുത്തേക്കുന്നത്. അളവിനകത്ത് ചെറുതുണ്ട്, മീഡിയം ഉണ്ട്. അപ്പോൾ ഞാൻ ലാർജാണ് എടുത്തത്. വേണമെങ്കിൽ എനിക്ക് കയ്യിലും കൂടെ തേക്കാമല്ലോ, കയ്യിലും നമ്മുടെ പുറയിലും ഒക്കെ തേക്കാതെയാണ്. അപ്പം ഇത്ര എടുത്തു, കുറച്ചും കൂടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇനി ബൗളിനകത്തോട്ടിടുകയാണ്. ഓക്കെ, നമുക്കിതിനകത്തോട്ട് അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നാടൻ തൈരാണ്. നാടൻ തൈര് നമുക്കിവിടെ ലുലുവിലും നെസ്റ്റോയിലൊക്കെ അവൈലബിളാണ്. ഞാൻ ഇവിടെ പാചകത്തിനാണെങ്കിലും ബാക്കിയുള്ളതിനെല്ലാം ഞാൻ ഈ നാടൻ തൈര് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ നാടൻ തൈര് ഒരു സ്പൂൺ ഈ മിക്സിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മുഖത്തോട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കണ്ട, തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ഈ കൂട്ട് നമ്മുടെ മുഖത്തോട്ട് അപ്ലൈ ചെയ്യാം. എവിടെയാണോ നന്നായിട്ട് ടാൻ ഉള്ളത്, കുരുപ്പുള്ളത്, അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ്. എല്ലായിടത്തും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഞാൻ എൻ്റെ ഫേസിൽ മൊത്തം തേച്ചിട്ടുണ്ട്. ഇവിടെയും തേക്കണം. നമ്മളെപ്പോൾ ഫേസിൽ പാക്ക് ഇട്ടാലും കഴുത്തിൻ്റെ ഭാഗം കൂടി ഇതാവണം. വേണമെങ്കിൽ നമുക്ക് കൈക്കും ഇടാം. ടാൻ കൂടുതൽ അടിക്കുന്നത് കൈക്കും അടിക്കാറുണ്ടല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ കയ്യിലും ഇടാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കോൾഡ് വാട്ടർ കൊണ്ട് മുഖമൊക്കെ കഴുകാം. ഓക്കെ, മുഖം കഴുകിയതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫ്രഷായ മുഖം വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു ലുക്ക്. ടാൻ പതുക്കെ നമുക്ക് മാറത്തോട്. അതായത് ഞാനിത് ഫസ്റ്റ് ഡേയിലാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സോഫ്റ്റ്നെസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, കടലമാവ് ഇതും കൂടി തേക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത്. അപ്പം എൻ്റെ നോസിൻ്റെ ഭാഗത്തെല്ലാമുള്ള ആ ഒരു റഫ്നെസ് മാറി. ഫേസിൽ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ ഒരു 1 മന്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ നഷ്ടപ്പെട്ട ആ ഗ്ലോ ഒക്കെ തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ഫേസും കൂടി ഒന്ന് കാണിച്ചു തരാം. നാട്ടിൽ നിന്ന് ടാനായിട്ടിരുന്ന ഫേസും ഇപ്പോഴത്തെ ആ ഒരു ഫേസും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഗ്ലോയും ഫ്രഷ്നെസ്സും കിട്ടും. ഓക്കെ.